ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ 2026 ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം നല്ലൊരു വാർത്തയാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി വന്നത്. അതായത് റെയിൽവേ മന്ത്രാലയം നമ്മുടെ RRBയുടെ കീഴിൽ എന്ത് ചെയ്തു? RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പരീക്ഷ എങ്ങനെയാണ്, പരീക്ഷയുടെ സിലബസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് 22,000-ഓളം വേക്കൻസി ഉണ്ട്. ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ജോലി നമ്മുടെ കൂടെ പോരും. അപ്പോൾ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ സിലബസിൽ 25 മാർക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? നമ്മുടെ ജനറൽ സയൻസിൽ നിന്നാണ് ചോദിക്കുന്നത്. അതേപോലെ 25 മാർക്ക് എവിടെ നിന്ന് ചോദിക്കും? മാത്സിൽ നിന്ന് ചോദിക്കും. ഇനി മാത്സിന്റെ തന്നെ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. അതിന് എത്ര മാർക്കാണ്? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അതിനാണ്. 30 മാർക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഇനി ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കേ ഉള്ളൂ? 20 മാർക്കേ ഉള്ളൂ. സോ ജി കെക്ക് ഇവിടെ വെയിറ്റേജ് കുറവാണ്. ഇവിടെ വെയിറ്റേജ് നമ്മൾ കൂടുന്നത് ഈ ഭാഗത്താണ്, 55 മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന വെയിറ്റേജും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ടോപ്പിക്ക് നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കണം. മാത്സും അതേപോലെ മെൻ്റൽ എബിലിറ്റി മൊത്തം 55 മാർക്കിനുണ്ട്. ആ കാര്യം മറക്കരുതായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ സയൻസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണ് ഈ പറഞ്ഞ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ബാക്കിയുള്ള കാര്യത്തിനെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റും എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് നോക്കിയാലോ. കമോൺ. അപ്പോൾ മാത്സ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ വരാം? നമ്പർ സിസ്റ്റം ചോദിക്കാം, ഡെസിമൽസ് ചോദിക്കാം, LCM, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, സ്ക്വയർ റൂട്ട്, കലണ്ടർ ആൻഡ് ക്ലോക്ക്. ഇവിടെ കലണ്ടർ ആൻഡ് ക്ലോക്ക് റീസണിങ്ങിൻ്റെ പാർട്ടല്ല, മാത്തമാറ്റിക്സിൻ്റെ പാർട്ടാണ്. ഇനി ബോർഡ് മാസ്, അതായത് നമ്മൾ ബ്രാക്കറ്റിലൊക്കെ ഓരോ പ്രോബ്ലം ചെയ്യില്ല, അതാണ് ബോർഡ് മാസ്, ഫ്രാക്ഷൻസ്, HCF, പെർസെൻറ്റേജസ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഓൾജിബ്ര, എലമെൻ്ററി സ്റ്റാറ്റിക്സ്. അതായത് തീരെ നമുക്ക് കുറച്ച് ഡാറ്റ അവർ തരും, അതിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലം അങ്ങനെ ആയിരിക്കും. പിന്നെ ഏജ് കാൽക്കുലേഷൻസ് ഇവിടെ മെൻ്റൽ പാർട്ടല്ല, മാത്സിൻ്റെ പാർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത് പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്നുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്സിൽ ചോദിക്കാൻ പറ്റിയ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ സോഴ്സ് മിക്കവാറും ഈ പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ PSC വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ട്രിഗണോമെട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അതറിഞ്ഞ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ PSC പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുക, നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കണം. ഇനി റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചോദിക്കാം? അനലോജിസ് ചോദിക്കാം, കോഡിങ് ഡീകോഡിങ് ചോദിക്കാം, റിലേഷൻഷിപ്സ് ചോദിക്കാം, അതേപോലെ ജംബ്ലിങ്, അതായത് വാക്കുകൾ ഇങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ളത്, അതേപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി ചോദിക്കാം, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ചോദിക്കാം, ക്ലറിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻ്റ് ആൻഡ് അസംഷൻ, അങ്ങനെയുള്ള ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ആൽഫബറ്റിക്കൽ സീരീസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എവിടെ നിന്ന് വരുന്നത്? ഈ പറയുന്ന റീസണിങ്ങിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി സയൻസിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെ ലൈഫ് സയൻസ് അഥവാ ബയോളജി ഉണ്ട്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ആയിരിക്കും നോക്കേണ്ടിയിരിക്കേണ്ടത്. ഇൻ കേസ് ഒരു ലീസ്റ്റ് പ്രോബബിലിറ്റിക്ക് വേണമെങ്കിൽ +1 +2 ചോദിക്കാം. നമുക്ക് ഇല്ല എന്ന് പറയാം, പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ളത് 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള NCERT നോക്കിയാൽ മതി. ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ഉദ്യോഗാർത്ഥികളെ കൂടുതലും കുഴപ്പിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് നമ്മൾ ഇപ്പോൾ മാത്സ് ഒക്കെ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചോളം അവർ കുഴയാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ഇപ്പോൾ ISRO, DRDO, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബയോടെക്നോളജി രംഗത്ത് രാജ്യം ഒരു അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ നല്ല ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ വായിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കണം. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ സ്പോർട്സ്, ഇപ്പോൾ T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം വിമൻസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത്, ആരാണ് മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ അർജുന അവാർഡ്, ഖേൽരത്ന അവാർഡ്, അതിലൊക്കെ എന്ത് വെക്കണം, ആ ഒരു കാര്യമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകണം. ഇനി കൾച്ചർ, അതായത് ഇന്ത്യയിലെ
ഇത് കൂടുതലും സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഈ പറയുന്ന കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഡാൻസ് ഫോംസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ആള്. അതുപോലെ തന്നെ കൾച്ചറുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കറണ്ട് അഫയറും ചോദിക്കാം. ഈ പറയുന്ന നമ്മുടെ പത്മശ്രീ കിട്ടിയ ആളുകളുണ്ടായിരിക്കും ഈ ഒരു രംഗത്ത് നിന്ന്, അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടിയ ആളുകളുണ്ടായിരിക്കും ഈ രംഗത്ത് നിന്ന്. ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഴ്സണാലിറ്റീസ്, അതായത് ഒരു അപ്പോയിൻമെന്റ്, ഏതെങ്കിലും ഒരു ഇപ്പോൾ നീതി ആയോഗിന്റെ അധ്യക്ഷൻ മാറി, അല്ലെങ്കിൽ പുതിയ ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചു, പുതിയൊരു മുഖ്യമന്ത്രിയെ നിയമിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പേഴ്സണാലിറ്റീസ് എന്നുള്ള ഭാഗത്ത് നോക്കണം. ഇനി എക്കണോമിക്സ്, ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. സോ ബജറ്റുമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്, ഏത് വേണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നമുക്ക് ഈ പറയുന്ന റീസെൻ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതൊരു ഇൻസിഡൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ കൂടുതലും കുഴക്കുന്ന ഒരു ഭാഗം എന്നുള്ളത് ഈ പറഞ്ഞ ഒരു ഭാഗമാണ്. 20 മാർക്കിനേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഇത് മാറാറുണ്ട്. കാരണം മറ്റേ ഭാഗം അടിച്ചവർക്ക് എല്ലാവരും തന്നെ ഒരു മാത്സ് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം മറ്റേ ഭാഗം അടിച്ചിട്ടായിരിക്കും വരുന്നത്. ഇവിടെ അവൻ കുഴഞ്ഞു പോകുന്നത്. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡിക്ക് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നല്ലൊരു അവസരമാണ്. നമുക്ക് ഈ വർഷം നമ്മൾ ഒന്നിച്ച് പരീക്ഷ എഴുതി നമ്മൾ ഒന്നിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വരണം. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.